ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ സുധിയും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ജോൽസിനെ കാണാൻ പോകുന്നുണ്ട്. ജോൽസിനെ കാണാൻ പോയിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്, ഇവന് കാനഡയിൽ പോകാൻ വേണ്ടി 14 ലക്ഷം രൂപ വേണം, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, വേണ്ട നിൽക്ക്, ഞാൻ ആദ്യം സാമിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സാമിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സാമിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സാമി ഏതുവരെ പഠിച്ചിട്ടുണ്ട്, സാമിക്ക് എത്ര ഡിഗ്രി ഉണ്ട്, സാമിയുടെ ഇതുവരെ പറഞ്ഞു കൊടുത്ത ആരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സാമിക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സാമിയാണെങ്കിലോ സുധിക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സാമി സുധിയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് പിച്ചை എടുക്കുക, എന്നാൽ നിനക്ക് കാശ് ഉണ്ടാവും, അങ്ങനെ നിനക്ക് കാനഡയിൽ പോവാലോ എന്നൊക്കെ പറയുന്നുണ്ട്. സുധിയുടെ ഫ്രണ്ടാണെങ്കിലോ സുധിനെ കൊണ്ട് അത് നിർബന്ധിക്കുന്നുണ്ട്, നിനക്ക് കാനഡയിൽ പോകണ്ടേ, അപ്പോൾ നിനക്ക് കാശ് വേണ്ടേ, അപ്പോൾ നീ പിച്ചை എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു അമ്പലനടയിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, 7 ഡിഗ്രിയുള്ള ഞാൻ പിച്ചை എടുക്കാനോ, അത് കഷ്ടമല്ലേ, എനിക്കതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കതൊന്നും ശീലമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് കാനഡയിൽ പോകണ്ടേ, അതിന് പൈസ വേണ്ടേ, അപ്പോൾ നീ ഇത് ചെയ്തേ പറ്റൂ, പൈസ ഉണ്ടാക്കാൻ ഇതേ വഴിയുള്ളൂ എന്നല്ലേ സാമി പറഞ്ഞ്, അങ്ങനെ അതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭിക്ഷക്കാരൻ്റെ വേഷമൊക്കെ ധരിപ്പിച്ചിട്ട് സുധീനെ അമ്പലനടയിൽ ഇരുത്തുന്നുണ്ട്. നമ്മുടെ രേവതി ആണെങ്കിലോ സച്ചിനെ വിളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം, രേവതിയും സച്ചിയും അമ്പലത്തിലൊക്കെ വരുമ്പോൾ നമ്മുടെ സുധീനെ മനസ്സിലാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.